ഓണം എന്ന് പറയുന്നത് പണ്ട് ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളൊക്കെ ഓണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുന്നവരാ. ഈ ഓണം എന്ന് പറയുന്നത് ഹൈന്ദവ വിഭാഗത്തിന്റെ, ആ ഹൈന്ദവ വിശ്വാസികൾ ഓണത്തിന് ഒരു ബഹുമാനവും ആദരവും ഉണ്ടോ അവർക്ക്. ഓണം എന്ന് പറയുമ്പോ ആ ഓണത്തിന് അവരൊരു ബഹുമാനവും ആദരവും അവർ കൊടുക്കുന്നുണ്ട്. ആ ആദരവും ബഹുമാനവും കൊടുക്കുന്ന ആ ഓണം വരുമ്പോൾ നമ്മുടെ മക്കളാണെങ്കിൽ സാരി ഉടുത്തിയിട്ട് കിട്ടിയ അവസരം പോലെ കിടന്നുകൊണ്ട് എന്തൊക്കെയാ കാണിക്കുന്നത്, എന്തു പേക്കൂത്താടോ കാണിക്കണേ. എടോ, ഡാൻസ് ആടലോ ഫറദ ഇടലോ സാരി ഉടുക്കലോ അല്ല വിഷയം. ഒരു സമൂഹം വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ആരാധന. ഇപ്പം വലിയ പെരുന്നാൾ വരുന്നു, ചെറിയ പെരുന്നാൾ വരുന്നു, അവരൊക്കെ എന്ത് ബഹുമാനം. നബിദിന റാലി നടത്തുന്നു, എത്ര ബഹുമാനം. ആ നബിദിന റാലി നടത്തുന്നവർക്ക് വെള്ളം കൊടുക്കുന്നത് അമ്പലത്തിന്റെ മുമ്പിലാ. ഇവിടുത്തെ ഹൈന്ദവന് മറ്റുള്ളവരൊക്കെ ഓട്ടോ ഡ്രൈവർമാർ എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നു. വളരെ ബഹുമാനത്തോടു കൂടി കാണുന്നു അവർ. നമ്മൾ ബഹുമാനത്തോടു കൂടി കാണുന്നതിന് അവരും ബഹുമാനിക്കുന്നു. ഹൈന്ദവ വിശ്വാസികൾ ഓണത്തിന്, ആ ഓണം എന്ന് പറയുന്നത് ഒരു ആരാധന പോലെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു കാര്യത്തെ ഈ ഉമ്മത്ത് സാരി ഉടുത്തി ഡാൻസും ചെയ്ത് കോമാളിത്തരം കാണിച്ചിട്ട് അവരുടെ മനസ്സു വേദനിപ്പിക്കുക ചെയ്യുക. എനിക്കത് സങ്കടം തോന്നുന്നേ. അവരുടെ മനസ്സുകൾക്ക് പോലും വേദനയുണ്ടാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഉമ്മത്ത്. ഈ നമ്മുടെ ഉമ്മത്ത് ചെയ്യുന്നത് മാത്രമേ വീഡിയോയേ ഉള്ളൂ, പ്രസംഗമുള്ളൂ, പാട്ടുമുള്ളൂ, വേറൊന്നുമില്ല. എടോ, എല്ലാം പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത് മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കണമെന്ന. ആദലക്കും ദീനക്കും വലിയ ദീൻ. അവർക്ക് അവരവരുടേതായ ദീൻ, അവരവരുടെ വിശ്വാസങ്ങൾ, അവരവരുടെ ആദർശം, ആശയം ബഹുമാനിക്കാൻ നീ പഠിക്ക്, ആദരിക്കാൻ നീ പഠിക്ക്. എന്തിനാ പരിഹസിക്കുന്നത്, കളിയാക്കുന്നത്, മറ്റുള്ളവരുടെ മനസ്സുകൾക്ക് വേദനയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ എന്തിനാ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നേ? ഓണം എന്ന് പറയുന്നത് പണ്ട് ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാവർക്കും അറിയാം.